ഹലോ ഗൈസ്, അപ്പോൾ ലാസ്റ്റ് ഷോർട്സിൽ പറഞ്ഞതുപോലെ തന്നെ മെട്രോയിൽ കയറി എങ്ങോട്ടാണ് പോയതെന്ന് പറയാൻ ഉള്ളൊരു വീഡിയോ ആണ് ഗൈസ് ഇത്. ആൻഡ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് ഒരു മിനി ക്രൂയിസ് ഷിപ്പിൽ കയറാൻ വേണ്ടിയിട്ടാണ്. സാഗർ റാണിയിൽ കയറാനായിട്ടാണ് പോയത്. ഇത് കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു മിനി ക്രൂയിസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആൻഡ് ഇത് പെർ പേഴ്സൺ 600 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത്. നമ്മൾ ഈവനിങ് ആണ് പോയിട്ടുണ്ടായിരുന്നത്. ആൻഡ് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു പ്രാവശ്യമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണിത്. ഞാനിതിൽ വലിയ ഹൈ എക്സ്പെക്റ്റേഷൻസ് ഒന്നും ഇല്ലാതെയാണ് പോയിട്ടുണ്ടായിരുന്നത്. ബട്ട് തിരിച്ചിറങ്ങിയപ്പോൾ ഇത് നമ്മൾ നേരത്തെ അറിഞ്ഞില്ലല്ലോ എന്നാണ് തോന്നിയത്. ഒരു 2 hours ജേർണിയാണ്. ആൻഡ് ഈ സാഗർ റാണിയിലാണ് നമുക്ക് കൂടുതൽ ദൂരം പോകാൻ പറ്റുന്നത് സീയിലേക്ക്. അതുപോലെ തന്നെ നമുക്ക് പുറത്ത് വേറെ കുറേ മിനി ക്രൂയിസ് ഷിപ്സ് ഒക്കെ കാണാൻ പറ്റും. ആൻഡ് വാട്ടർ മെട്രോസും ഒക്കെ കാണാൻ പറ്റും. വാട്ടർ മെട്രോൻ്റെ അവിടെ നല്ല തിരക്കായിരുന്നു. ഗൈസ്, ഈ അങ്കിളായിരുന്നു നമ്മുടെ ത്രൂ ഔട്ട് ജേർണി എൻ്റർടൈൻഡ് ആക്കി കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. വെച്ച് കണ്ടുമുട്ടിയാലും യാതൊരു ഇത് പരിചയമില്ലാതെ അകന്നു പോകുന്ന കുറെ ആൾക്കാർ. പക്ഷേ ഈ ട്രിപ്പ് കഴിഞ്ഞ നാളെ ജീവിതത്തിൽ എവിടെ വെച്ച് കണ്ടുമുട്ടിയാലും ഓടി വന്ന് സൗഹൃദം പുതുക്കാനുള്ള വലിയ മനസ്സുകളുടെ വിളനിലമാണ് എനിക്ക് മുമ്പിലിരിക്കുന്ന ഓരോരുത്തരും. ഏതൊരു നാടിനും പണ്ട് പഴയ പേരുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. പണ്ട് തൃശ്ശൂർ പേരൂരായിരുന്നു. കൊല്ലം മടനാട്, ആലപ്പുഴ തെൻവഞ്ചി. ഓഫീഷ്യൽ ഹൗസ് നെയ്മഡ് ഇൻ Golgati Palace. Around 350 years ago, constructed the Portuguese businessman constructed the Governor Palace, the one of the world beautiful palace name in Golgati Palace. There is the smallest beautiful island, Golgati Island. Golgati Island has 3 names: Golgati, Mulavugad, Ponnarivangalam. 3 variety names is one island that is. ഇതുപോലെ നല്ല വെൽ എക്സ്പ്ലെയിൻഡ് ആയിട്ട് ഓരോ പ്ലേസിനെ കുറിച്ചും അവിടെ ഡീറ്റെയിൽസും അതിൻ്റെ ഹിസ്റ്ററിയും ഒക്കെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്താണ് കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് ആ പ്ലേസിനെ കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റും. നല്ലതായിരുന്നു, നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കാണുന്നത് വല്ലാർപാടം ടെർമിനലാണ്. ആൻഡ് അവിടെ ഇങ്ങനെ മദർഷിപ്പ് വന്നിട്ട് അതിലേക്ക് ലോഡ്സ് ഇറക്കി വെക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റി. ഇതൊരു 50 to 60% ഒക്കെ ഇരിക്കാൻ പറ്റും, നല്ല കംഫർട്ടബിൾ ആയിട്ട്. ആൻഡ് കുറേ ലൈഫ് ജാക്കറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു, എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ യൂസ് ചെയ്യാനായിട്ട്. പോയതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ നമുക്ക് സ്നാക്സ് ഒക്കെ തന്നായിരുന്നു. ആൻഡ് നല്ല സ്നാക്സ് ആയിരുന്നു. ഒരു കേക്കും കട്ട്ലറ്റും ആൻഡ് ചോക്ലേറ്റും ഒക്കെ ഉണ്ടായിരുന്നു. ടീയും ഉണ്ടായിരുന്നു. അത് ഇഷ്ടമുള്ളവർക്ക് ടീ എടുക്കാം, അങ്ങനെയായിരുന്നു, ഓപ്ഷണലായിരുന്നു. ആൻഡ് നല്ല ടേസ്റ്റി ആയിരുന്നു. നമുക്ക് എല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെട്ടു. ഇത് പെട്രോളിയം റിഫൈനറിയാണ്. ആൻഡ് അതേപോലെ കുറേ വ്യൂസ് കാണാൻ പറ്റി. പിന്നെ നമ്മൾ ഡോൾഫിൻ ജമ്പ് ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റിയായിരുന്നു. ഈ കാണുന്നതാണ് ഡോൾഫിൻ. നമുക്ക് ഇതിൽ ക്ലിയർ ആയിട്ട് ക്യാപ്ചർ ആയില്ല, പക്ഷേ നമ്മൾ ഡോൾഫിനൊക്കെ ജമ്പ് ചെയ്യുന്നത് കണ്ടായിരുന്നു. 2-3 ഡോൾഫിൻസിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ജേർണി സ്റ്റാർട്ട് ചെയ്തപ്പോഴേ പറഞ്ഞായിരുന്നു നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ ഡോൾഫിൻസിനെയും ഇതേപോലെ കുറേ ഫിഷിനെയൊക്കെ കാണാൻ പറ്റുമെന്ന്. നമുക്കൊരു അടിപൊളി സൺസെറ്റ് ഒക്കെ കാണാൻ പറ്റും. കുറേ വ്യൂസും ഷിപ്സും ഒക്കെ കണ്ടായിരുന്നു. ആൻഡ് നമ്മൾ അറേബ്യൻ സീൻ്റെ അത്യാവശ്യം ഉള്ളിലോട്ട് പോയായിരുന്നു. ആൻഡ് അതേപോലെ തന്നെ നമുക്കതിൻ്റെ ഫ്രണ്ടിൽ നിന്ന്, ഒരു ക്രൂയിസിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയും കൂടെ തന്നായിരുന്നു. ആൻഡ് കുറേ സമയം നമുക്ക് ഫ്രണ്ടിൽ നിൽക്കാനൊക്കെ അവർ സമ്മതിച്ചു. ആൻഡ് അതേപോലെ തന്നെ ഇതിൽ നമുക്ക് ഫാമിലിയുടെയും കൂടെയൊക്കെ ഡാൻസ് കളിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഗുജറാത്തി കാതല കെട്ടിയ മലയാളി പെണ്ണാണു നീ, പഞ്ചാബിയിൽ അഞ്ചി കൊഞ്ചും മണവാട്ടി പെണ്ണാണു നീ. അവരുടെ തന്നെ ഡാൻസേഴ്സിൻ്റെ ഡാൻസായിരുന്നു. എൻ്റെ ഇടയ്ക്കിടയ്ക്ക് പാട്ട്, പിന്നെ വേറെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. നല്ല എൻഗേജ് ചെയ്താണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ലാസ്റ്റ് നമ്മൾ അവരുടെ കൂടെ ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. ഇതായിരുന്നു എൻ്റെ ഒരു സാഗർ റാണി എക്സ്പീരിയൻസ്. എറണാകുളത്തുള്ളവരും പോകുന്നവരും എന്തായാലും ട്രൈ ചെയ്യണം. താങ്ക് യു.